മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ നീറ്റ് പരീക്ഷാ വിവാദങ്ങൾക്കിടെ 2024 UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പരീക്ഷ റദ്ദാക്കിയത്. പരീക്ഷ നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ക്രമക്കേട് സംബന്ധിച്ച് ചില സൂചനകൾ UGCക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് പരീക്ഷ റദ്ദാക്കുന്നതെന്നുമാണ് വിശദീകരണം. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ മറ്റൊരു പരീക്ഷയ്ക്കെതിരെയും ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നത്. എന്തായാലും പരീക്ഷ റദ്ദാക്കുന്ന അടിയന്തര നടപടിയിലേക്ക് കൂടി UGC കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, നീറ്റ് പരീക്ഷയുടെ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നത്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പരീക്ഷ നടന്ന് ഒരു ദിവസത്തിനകം തന്നെ ഈ പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പരീക്ഷയുടെ പേപ്പറുകൾ ലീക്കായിരുന്നു എന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളും സൂചനകളും ഉണ്ടായിരുന്നുവെങ്കിലും അക്കാര്യങ്ങളൊന്നും തന്നെ ഇവർ അതായത് വിദ്യാഭ്യാസ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്നൊരാവശ്യം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ശുപാർശ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരോക്ഷമായിട്ടെങ്കിലും അധികൃതർ സമ്മതിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 9 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. രാജ്യത്ത് 1205 സെന്ററുകളിലായി 317 സിറ്റികളിലായിട്ടായിരുന്നു ഈ പരീക്ഷ നടത്തിയത്. അതിൽ 11 ലക്ഷത്തോളം പേർ ഈ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 9 ലക്ഷത്തോളം ആളുകളാണ് പരീക്ഷ എഴുതിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കായിരുന്നു പരീക്ഷ. ആ പരീക്ഷയ്ക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ തരത്തിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയാണ് നേരത്തെ നീറ്റ് പരീക്ഷയും നടത്തിയിരുന്നത്. അത് വിവാദമായിരുന്നു. ഇപ്പോൾ നെറ്റ് പരീക്ഷ നടത്തിയിരിക്കുന്നതും നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് കാര്യമായ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഈ നീറ്റ് പരീക്ഷ സംബന്ധിച്ച വിവാദം ആദ്യമായി പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ഇതിൽ ഈ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടക്കുന്നു എന്ന സൂചനകളുണ്ട്. അത് വലിയ ലാഘവത്തോടുകൂടി ഈ പരീക്ഷകൾ എടുക്കരുത്, അത് സുതാര്യത ഉറപ്പാക്കണം എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.